നമസ്കാരം. എത്ര കൊച്ചു വീട് വെച്ചാലും എവിടെയെങ്കിലും ഒരു ചെറിയ ഫാൾ സീലിംഗ് എങ്കിലും കൊടുക്കണമെന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ആരും ഉണ്ടാവില്ല. ആളുകളിൽ അത്രമാത്രം താല്പര്യമുള്ള അല്ലെ സ്വാധീനമുള്ള ഒന്നാണ് ഫാൾ സീലിംഗ് എന്ന് പറയുന്നത്. ഒരു മുറിയുടെയോ ഹാളിൻ്റെയോ യഥാർത്ഥ സീലിങ്ങിന് താഴെ തൂങ്ങിക്കിടക്കുന്ന മറ്റൊരു സീലിംഗാണ് ഫാൾ സീലിംഗ്. സാധാരണയായി വുഡ് അല്ലെങ്കിൽ മെറ്റൽ ഫ്രെയിമുകളിലാണ് സീലിംഗ് ചെയ്യുന്ന മെറ്റീരിയൽസ് പിടിപ്പിക്കുന്നത്. ഫാൾ സീലിംഗ് ഇല്ലാത്ത ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് ചിന്തിക്കാൻ തന്നെ പാടാണ്. എന്താണ് ഫാൾ സീലിങ്ങിൻ്റെ ആവശ്യം? റൂമിൻ്റെ അല്ലെങ്കിൽ സീലിംഗ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മനോഹാരിത കൂട്ടാൻ, വയറുകളും കേബിളുകളും പൈപ്പുകളും മറയ്ക്കാൻ, സൗണ്ട് പ്രൂഫിംഗ് ചെയ്യുവാൻ, ഫയർ പൈപ്പുകൾ പോലുള്ള കുറച്ച് വലിയ പൈപ്പുകൾ മറയ്ക്കാൻ, ചൂട് കുറയ്ക്കാൻ, താപനില ക്രമീകരിക്കാൻ, നമ്മുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം ലൈറ്റ് ഫിറ്റിങ്സ് ചെയ്യുവാൻ, ഫർണിച്ചറുകൾ ഹൈലൈറ്റ് ചെയ്യുവാൻ, കെട്ടിടത്തിൻ്റെ യഥാർത്ഥ സീലിങ്ങിന് സംരക്ഷണം നൽകാൻ തുടങ്ങി അനേകം കാര്യങ്ങൾ ഫാൾ സീലിങ്ങിലൂടെ ചെയ്യുവാൻ കഴിയും. ഇൻറ്റീരിയർ ഡിസൈനിങ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെയും മെറ്റീരിയൽസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇതുകൂടാതെ ഫാൾ സീലിങ്ങിന് ഇനിയും ധാരാളം പ്രയോജനങ്ങളുണ്ട്. തിയേറ്ററുകൾ, കോൺഫറൻസ് ഹാളുകൾ, ഓഡിറ്റോറിയം തുടങ്ങിയവയിൽ എക്കോ കുറയ്ക്കുന്നതിനും ഈ സീലിങ്ങുകൾ ഉപയോഗിക്കുന്നു. ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ ആൻറ്റി മൈക്രോബയൽ ഘടകമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ശബ്ദ ആഗിരണത്തിനും സ്ഫുടമായ ശബ്ദം കേൾക്കുന്നതിനും ഫാൾ സീലിംഗ് നല്ലതാണ്. അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ പാനലുകൾ പുനഃക്രമീകരിക്കാനോ ബോർഡ് നന്നാക്കാനോ വളരെ എളുപ്പമാണ്. ഇത്രയധികം പ്രത്യേകതകളുള്ള മനോഹരമായ ഫാൾ സീലിങ്ങുകൾക്കും ധാരാളം പോരായ്മകളുണ്ട്. ഫാൾ സീലിങ്ങിന് ഒരു മുറിയുടെ ഉയരം കുറേ ഇഞ്ചുകളോ അല്ലെങ്കിൽ അടിയോ കുറഞ്ഞു പോയേക്കാം. യഥാർത്ഥ സീലിങ്ങിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നേക്കാം. അതായത് ബിൽഡിങ്ങിൻ്റെ സ്ലാബിന് ഒരു പക്ഷേ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നേക്കാം. കെട്ടിട നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ മൂലം നനവ് വന്ന് സീലിംഗ് കുതിർന്നു പോയേക്കാം. അല്ലെങ്കിൽ ഭിത്തിയിലെ ഏതെങ്കിലും സുഷിരം വഴിയോ എയർ ഹോൾ വഴിയോ ക്ഷുദ്രജീവികളും പക്ഷികളും സീലിങ്ങിന് മുകളിൽ കൂട് കെട്ടി സ്ഥിരതാമസമാക്കിയേക്കാം. എന്നിരുന്നാലും ഒരു പ്രധാന കാര്യം പറഞ്ഞുകൊള്ളത്, യഥാർത്ഥ സീലിങ്ങിനെ 5ാം ഭിത്തി എന്നാണ് വിളിക്കുന്നത്. ഒരു റൂമിൻ്റെ 4 ചുവരുകൾ കഴിഞ്ഞാൽ 5ാമത്തേതാണ് സീലിംഗ് എന്ന് പറയുന്നു. ചുവരുകളിലും ഫ്ലോറിലും വരെ പല വലുപ്പത്തിലുള്ള പൈപ്പുകളും കേബിളുകളും നമുക്ക് കൺസീൽഡായി ചെയ്യുവാൻ സാധിക്കും. എന്നാൽ സീലിംഗിൽ ഇത് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതിന് 5 ഇഞ്ച് കനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കോൺക്രീറ്റ് സമയത്ത് ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കാൻ വേണ്ട കോൺഡ്യൂട്ടുകൾ മാത്രമാണ് സ്ലാബിൽ ഇടുക. അതും കൃത്യമായി ചെയ്തില്ല എങ്കിൽ നനവ് വരാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ കുറേ ആളുകൾ പറയുന്നു, സ്ലാബ് കോൺക്രീറ്റിംഗ് സമയത്ത് തന്നെ സീലിംഗിൽ എന്തൊക്കെ ഫിറ്റിങ്സ് ആണോ വേണ്ടത്, ലൈറ്റുകളോ ഫാനുകളോ എന്തൊക്കെയാണോ വേണ്ടത്, അതിനൊക്കെയുള്ള പൈപ്പുകൾ ഇട്ട് സ്ലാബിൽ തന്നെ നേരിട്ട് കൺസീൽഡ് ലൈറ്റുകൾ കൊടുക്കാമെന്നും ഫാൾ സീലിംഗ് ചെയ്ത് പണം കളയണ്ട എന്നും അതിലൂടെ ധാരാളം പണം ലാഭിക്കാമെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇതിലൂടെ വഞ്ചിതരാകുന്ന ആളുകൾ നിരവധിയാണ് താനും. ഇത് സ്ട്രക്ചറിനെ എത്രമാത്രം ബാധിക്കുമെന്ന് യാതൊരു അറിവുമില്ലാത്ത ആളുകളാണ് എന്നതാണ് വാസ്തവം. ഇങ്ങനെ ചെയ്യുന്ന ലൈറ്റുകൾ സ്ലാബിൽ നേരിട്ട് സ്ക്രൂ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ലൈറ്റ് മാറ്റേണ്ടി വന്നാൽ അതേ ലൈറ്റ് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലൈറ്റിൻ്റെ ഹോൾസുകൾ റെഡിയായി വരില്ല. വീണ്ടും ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടി വരും. എത്ര കാലം കഴിഞ്ഞാലും ലൈറ്റിങ്ങിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് നേരിട്ട് സ്ലാബിൽ ലൈറ്റിംഗ് ചെയ്യാമെന്ന് അവകാശപ്പെടുമ്പോൾ നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നത് നന്നായിരിക്കും. വിവിധ തരം ഫാൾ സീലിങ്ങുകൾ വിപണിയിൽ ഉണ്ടെങ്കിലും 5 തരം മെറ്റീരിയൽസും അവയുടെ ഉപയോഗവും ഗുണദോഷഫലങ്ങളും നമുക്ക് ലളിതമായി പരിശോധിക്കാം. 1. ജിപ്സം ബോർഡ് സീലിംഗ്. ഇവരാണ് ഏറ്റവും ജനപ്രീതിയുള്ള സീലിംഗ് മെറ്റീരിയൽസ്. അധിക ഭാരമില്ലാത്ത നല്ല ഫിനിഷുള്ള 6 അടി 4 അടി സൈസിൽ 12 mm കനത്തിൽ ആണ് ഇത് ലഭ്യമാകുന്നത്. നിർമ്മിക്കുവാനും പരിപാലിക്കുവാനും എളുപ്പമാണ്. ഏതു തരം പെയിൻറ്റും ഫിനിഷും ചെയ്യുവാനും പറ്റും. വിപണിയിൽ 4 തരം ജിപ്സം ബോർഡുകളാണ് ഉള്ളത്. നോർമൽ ജിപ്സം ബോർഡ്. പൊതുവെ ചെലവ് കുറയ്ക്കാൻ സകല സ്ഥലത്തും ഇത് തന്നെയാണ് ഉപയോഗിച്ച് കാണുന്നത്. പലപ്പോഴും നനഞ്ഞ് കുതിർന്നു പോകുന്ന സീലിങ്ങുകൾ കാണുന്നതും ഈ നോർമൽ ജിപ്സം ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്.
മോയ്സ്ചർ പ്രൂഫ് ജിപ്സം ബോർഡ്. ഈർപ്പം സ്ഥിരമായുള്ള സ്ഥലത്ത് ഈ ബോർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. വാട്ടർ പ്രൂഫ് ജിപ്സം ബോർഡ്. അത്യാവശ്യം നനവുള്ള സ്ഥലത്ത് ഈ ബോർഡുകൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് മേൽക്കൂര ഷീറ്റിട്ട ഷെഡുകളോ ഓഡിറ്റോറിയോ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വാട്ടർ പ്രൂഫ് ജിപ്സം ബോർഡ് തന്നെ ഉപയോഗിക്കണം. ഫയർ പ്രൂഫ് ജിപ്സം ബോർഡ്. തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഈ ബോർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഫാക്ടറിയുടെ ഓഫീസുകളോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ വലിയ ഹോട്ടലിലെ കിച്ചൺ ഏരിയകളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫയർ പ്രൂഫ് ജിപ്സം ബോർഡാണ് ഉപയോഗിക്കേണ്ടത്. 2. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ POP സീലിംഗ്. സാധാരണ ഫാൾ സീലിങ്ങുകൾ വെച്ച് താരതമ്യേന ചെലവ് കുറഞ്ഞ ഒന്നാണിത്. എന്നാൽ ഇത് ചെയ്യുവാൻ കലാപരമായ കഴിവും പരിചയവും ആവശ്യമാണ്. പൊടി വെള്ളത്തിൽ കലക്കി ചകിരിയോ മറ്റ് ഫൈബറുകളോ മിക്സ് ചെയ്താണ് ഷേപ്പുകൾ ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ സിനിമാ തിയേറ്ററുകളിലെ സീലിങ്ങുകളും വാൾ ക്ലാഡിങ്ങുകളും ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു, കാരണം എക്കോ ഉണ്ടാകാതിരിക്കാൻ. ഇപ്പോൾ പല സ്ഥലത്തും ഇത് തിരിച്ചു വന്ന് തുടങ്ങിയിരിക്കുന്നു ലക്ഷറിയുടെ ഭാഗമായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന POP സീലിങ്ങുകളുടെ അല്ലെങ്കിൽ പ്രതലം വളരെ ഫിനിഷ് ആയിരിക്കും, പെയിൻറ് ചെയ്യാൻ എളുപ്പമാണ് താനും. ചെലവ് ഡിസൈൻ പാറ്റേണിനെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് തരം പെയിൻറ്റും ഫിനിഷും ചെയ്യുവാനും പറ്റും. 3. ഗ്രിഡ് സീലിംഗ്. ഇത് കൂടുതലും മെറ്റൽ പ്രോഡക്റ്റുകളാണ്. കൊമേഴ്ഷ്യൽ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഫിനിഷായ ഉൽപ്പന്നമായാണ് ഇത് കൂടുതലും വരുന്നത്. പാനലുകൾ സ്റ്റീൽ T സെക്ഷനിലോ ക്രോസ് സെക്ഷനുകളിലോ ആണ് സ്ഥാപിക്കുക. മിനറൽ ഫൈബർ ഗ്രിഡ് സീലിംഗ്, മെറ്റൽ ഗ്രിഡ് സീലിംഗ് എന്നീ 2 വകഭേദങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പവും പരിപാലിക്കാൻ എളുപ്പവുമാണ്. വളരെ വേഗം മാറ്റി സ്ഥാപിക്കാനും സാധിക്കും. ഗ്രിഡ് സീലിംഗ് മികച്ച സൗണ്ട് പ്രൂഫിംഗ് കഴിവുകളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഗ്രിഡ് സീലിങ്ങുകൾ. 2 അടി 2 അടി സൈസിലും 1 അടി 4 അടി സൈസിലും ഇത് ലഭ്യമാണ്. 4. പ്ലൈവുഡ് സീലിംഗ്. പ്ലൈവുഡ് സീലിംഗ് വളരെ ശക്തമായ ഒന്നാണ്. വ്യത്യസ്ത ആകൃതിയിലും രൂപത്തിലും ഡിസൈനിങ് ചെയ്യാം. ഫിനിഷായി വിനീർ, അതിൽ പോളിഷ് അല്ലെങ്കിൽ പെയിൻറ്റ് അല്ലെങ്കിൽ ലാമിനേറ്റ് എന്നിവ ഉപയോഗിക്കാം. പക്ഷേ നല്ല ചിലവേറിയതാണ്. ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെയ്യുമ്പോൾ ചൂട് കൊണ്ട് പൊളയാതിരിക്കുവാൻ ഡിസൈനിങ് സമയത്ത് തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിൻ്റെ സ്പേസിങ്ങും എല്ലാം തീരുമാനിക്കേണ്ടതാണ്. 5. PVC സീലിംഗ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് PVC സീലിംഗ്. ഇത് ഫിക്സ് ചെയ്യുവാനും വൃത്തിയാക്കുവാനും പരിപാലിക്കാനും വളരെ എളുപ്പമാണ്. ചിലവ് കുറവാണ്. തീരെ ഭാരം കുറഞ്ഞതുമാണ്. എല്ലാത്തരം കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ്. ധാരാളം ഡിസൈനുകളിൽ ലഭ്യമാണ് താനും. ഫാൾ സീലിംഗ് ചെയ്യാൻ ഇനിയും ധാരാളം രീതികളും മെറ്റീരിയൽസും ഉണ്ടെങ്കിലും കുറേയേറെ കാര്യങ്ങൾ കണക്കിലെടുത്ത് മാത്രമേ ഫാൾ സീലിംഗിൽ ചെയ്യുവാൻ പാടുള്ളൂ. തറയിൽ നിന്നും മേൽക്കൂരയുടെ ഉയരം കൃത്യമായിരിക്കണം. അതായത് വാട്ടർ ലെവൽ വെച്ച് കറക്റ്റ് ചെയ്തിരിക്കണം. റൂമിൻ്റെ ആവശ്യകത അനുസരിച്ച് ഡിസൈൻ ചെയ്യണം. മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കണം. കാലാവസ്ഥ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുവാൻ നല്ല അറിവുണ്ടായിരിക്കണം. പരിചയസമ്പന്നനായ ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ മേൽനോട്ടം മുഴുവൻ സമയവും ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ സ്വപ്നമായ ഫാൾ സീലിംഗുകളെക്കുറിച്ച്, അവയുടെ മെറ്റീരിയൽസിനെക്കുറിച്ച്, അവയുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും ഉള്ള ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള മറ്റൊരു ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. ഞാൻ ഷാജി PD, കോഴിക്കോട്.